സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ വായിക്കുന്നു, കേൾക്കുക. യേശുവോ ഒലിവ് മലയിലേക്ക് പോയി. അതികാലത്തു അവൻ പിന്നെയും ദൈവാലയത്തിൽ ചെന്നു. ജനം ഒക്കെയും അവന്റെ അടുക്കൽ വന്നു. അവൻ ഇരുന്നു അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ. 7-ാം അധ്യായത്തിന്റെ 53-ാം വാക്യം നാം വായിച്ചാൽ, അങ്ങനെ ഓരോരുത്തൻ താന്താന്റെ വീട്ടിൽ പോയി. യേശുവോ ഒലിവ് മലയിലേക്ക് പോയി. അതായത് അതിന്റെ തലേദിവസം രാത്രി മീറ്റിംഗ് നടന്നു. മീറ്റിംഗ് നടന്ന ശേഷം അവരവരുടെ ഭവനത്തിലേക്ക് അവർ പോയി. യേശു കർത്താവ് എവിടേക്കാണ് പോയത്? ഒലിവ് മലയിലേക്ക് പോയി. എന്തുകൊണ്ട്? പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി. അവൻ പകൽ മുഴുവൻ ശുശ്രൂഷ ചെയ്യുമായിരുന്നു, രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. നമ്മിൽ അനേകം ആളുകളും പൂർണ്ണ മനസ്സോടെ പ്രാർത്ഥിക്കുന്നില്ല. ഉച്ചരിച്ചു കൂടുവാൻ കഴിയാത്തതായ ഞരക്കത്താൽ ചെയ്യുന്നതായ പ്രാർത്ഥന നാം ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ പ്രശ്നങ്ങൾ മാറാത്തത്, നമ്മുടെ ബന്ധനങ്ങൾ അഴിയാത്തത്, നാം ചോദിക്കുന്നത് ലഭിക്കാത്തത്. നമ്മെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നതായ പിശാചിനെ ബന്ധിക്കുവാൻ കഴിയുന്നതുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം വിഷയങ്ങൾ ഉണ്ടായാലും പ്രാർത്ഥന മാത്രം ശീലമാക്കൂ. തൻ്റെ ശിഷ്യന്മാരെ യേശുക്രിസ്തു പ്രസംഗിക്കുവാനല്ല പഠിപ്പിച്ചത്, പള്ളി പണിയാനല്ല പഠിപ്പിച്ചത്. അങ്ങനെ പല കാര്യങ്ങളും അവനവരെ പഠിപ്പിച്ചില്ല. എന്താണ് അവനവരെ പഠിപ്പിച്ചത്? പ്രാർത്ഥിക്കുവാനാണ് പഠിപ്പിച്ചത്. പ്രാർത്ഥിക്കുന്നതായ ഒരു ക്രിസ്ത്യാനിയെ കാണുമ്പോൾ പിശാചിന്റെ മുട്ടു വിറയ്ക്കുവാനിടയാകും. പ്രാർത്ഥിക്കുന്നവരുടെ മധ്യത്തിലേക്ക് പിശാചിന് കടക്കാൻ കഴിയില്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിന് ചുറ്റും, വീടിന് ചുറ്റും ഒരു വേലി പോലെ ആകുന്നു. കുടുംബ പ്രാർത്ഥന ശീലമാക്കൂ. മക്കളോടൊപ്പം ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഭാര്യയും ഭർത്താവും ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഭക്ഷണം കഴിക്കും, ആഹാരം പാകം ചെയ്യും, യാത്രകളൊക്കെ ചെയ്യാറുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യും. എന്നാൽ പ്രാർത്ഥിക്കുന്ന സമയം വരുമ്പോൾ ഭാര്യയുമായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ചിലർക്ക് നാണമാണ്. ഭാര്യയുമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നത് കുറച്ചിലാണെന്നാണ് വിചാരിക്കുന്നത്. ഒരിക്കലും അല്ല. അത് ഏറ്റവും അനുഗ്രഹമാണ്, വിടുതലാണ്. ഭാര്യയും ഭർത്താവും കൂടി കരങ്ങൾ കോർത്തു പിടിച്ച് പ്രാർത്ഥിച്ചാൽ, രണ്ടുപേരും മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചാൽ, രണ്ടുപേരും ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ മക്കളുടെ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ അനുഗ്രഹവും നന്മയും ഉണ്ടാകും. യേശുക്രിസ്തു പ്രാർത്ഥിക്കുക എന്ന് പറയുക മാത്രമായിരുന്നില്ല. അവൻ ജഡത്തിൽ വസിച്ചിരുന്ന സമയത്ത് ഈ ലോകത്തെ ജയിക്കുന്നതിനു വേണ്ടി, ജഡത്തിന്റെ ചിന്തകളെ ജയിക്കുവാൻ, പിശാചിനെ ജയിക്കുന്നതിനു വേണ്ടി, പിശാചിന്റെ ബന്ധനത്തിൽ കിടക്കുന്ന മനുഷ്യരെ വിടുവിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥന ചെയ്യുമായിരുന്നു. അതിരാവിലെ തന്നെ യേശുക്രിസ്തു ദൈവാലയത്തിലേക്ക് വന്നപ്പോൾ ജനം എല്ലാവരും അവിടേക്ക് വരുവാനിടയായി. അതിരാവിലെ തന്നെ ദൈവാലയത്തിലേക്ക് വന്നപ്പോൾ ജനമെല്ലാം അവന്റെ അടുക്കിലേക്ക് വന്നു. അവൻ പ്രസംഗിച്ചു കൊണ്ടിരുന്ന സമയത്ത് എല്ലാവരും ജാഗ്രതയോടെ കേൾക്കുവാൻ ഇടയായി. പ്രതീക്ഷിതമായി ചില പരീശന്മാരും ശാസ്ത്രിമാരും കൂടി ഒരു സ്ത്രീയെ തലമുടിക്ക് പിടിച്ചുകൊണ്ട് വലിച്ചിഴച്ച് വരുവാൻ ഇടയായി. എല്ലാവരും പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, അവൻ നല്ല വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ മുൻപിലേക്ക് ആ സ്ത്രീയെ വലിച്ചിട്ടിട്ട് പറയുകയാണ്, ഇവൾ വ്യഭിചാരത്താൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് മോശയുടെ ന്യായപ്രമാണം പറയുന്നുവല്ലോ, നീ എന്തു പറയുന്നു എന്ന് ചോദിക്കുവാൻ ഇടയായി. വ്യഭിചാരം ചെയ്യുന്ന സ്ത്രീയെ എന്താണ് ചെയ്യേണ്ടത്? അവളെ കല്ലെറിഞ്ഞിട്ട് ആരാണ് കൊല്ലേണ്ടത് അറിയാമോ? അവളുടെ പിതാവ് വന്നിട്ട് അവളുടെ മുഖത്ത് തുപ്പണം. ശേഷം ഊരിന് വെളിയിലേക്ക് കൊണ്ടുപോകണം. പിന്നെ എല്ലാവരും ചേർന്ന് കല്ലുകൊണ്ട് എറിഞ്ഞു കൊല്ലണം. ചില സ്ഥലത്ത് ഇപ്പോഴും ആ സിസ്റ്റം ഉണ്ട്. ഒരു പക്ഷത്ത് നോക്കിയാൽ നല്ലതാണെന്ന് തോന്നും. എന്തുകൊണ്ടെന്നാൽ ഒരാളെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള ആളുകൾ വ്യഭിചാരം ചെയ്യുമോ? നമ്മുടെ ദേശങ്ങളിൽ നോക്കുക, കൊച്ചുകുട്ടികളെപ്പോലും മാനഭംഗം ചെയ്യുന്നു, നശിപ്പിക്കുന്നു, കൊന്നുകളയുവാനിടയാകുന്നു. മൃഗങ്ങളെക്കാൾ ക്രൂരമായിട്ട് സമൂഹമായി ചേർന്നുകൊണ്ട് പലരും ക്രൂരമായ പാപങ്ങളാണ് ചെയ്തു കൂട്ടുന്നത്. അത് ഒരിടത്ത് മാത്രമല്ല, ഓരോരോ ദേശങ്ങളിൽ ഓരോരോ ദിവസം തോറും ആളുകൾ വ്യഭിചാരം ചെയ്യുന്നതായിട്ട് കാണുന്നു. ഈ കാലത്ത് ഇത് വ്യഭിചാരമുള്ള തലമുറയെന്ന് വിളിക്കപ്പെടുന്നു. മനുഷ്യൻ ചെയ്യുന്ന സകല പാപങ്ങളും ശരീരത്തിന് പുറത്താകുന്നു. എന്നാൽ വ്യഭിചാരം ചെയ്യുന്ന വ്യക്തി, ജാരത്വം ചെയ്യുന്നതായ വ്യക്തി
തൻ്റെ സ്വന്തം ശരീരത്തിന് എതിരായിട്ട് പാപം ചെയ്യുന്നു. ദൈവം നമുക്ക് ശരീരം നൽകിയിരിക്കുന്നത് ദൈവത്തിനു വേണ്ടി ആകുന്നു, അല്ലാതെ പിശാചിനു വേണ്ടിയല്ല, വേശ്യകൾക്ക് വേണ്ടി അല്ല, അശുദ്ധിയായി ജീവിക്കുന്നതിന് വേണ്ടി അല്ല. ഇവൾ ചെയ്തത് തെറ്റാണ്. തെറ്റാണോ അല്ലയോ? വ്യഭിചാരം ചെയ്തപ്പോൾ പിടിക്കപ്പെടാനിടയായി. ഇപ്പോൾ ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലേണമോ എന്ന് കർത്താവിനോട് ചോദിച്ചു. അവനെ പരീക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ചോദിച്ചത്. അപ്പോൾ ഒരുപക്ഷെ യേശുക്രിസ്തു ശരി, കല്ലെറിഞ്ഞ് കൊല്ലൂ എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കുമായിരുന്നു, നീ കരുണയില്ലാത്തവനാണോ, ദയയില്ലാത്തവനാണോ, സ്നേഹമില്ലാത്തവനാണോ എന്ന് പറഞ്ഞ് അവന്റെ മേൽ കുറ്റം വിധിക്കാൻ വേണ്ടി നോക്കുമായിരുന്നു. ഒരുപക്ഷെ പറയുകയാണ്, സാരമില്ല, അവളെ വിട്ടുകളയൂ എന്ന് പറഞ്ഞാൽ ചോദിക്കുമായിരുന്നു, നീ നീതിമാനല്ലയോ, നീ വിശുദ്ധൻ അല്ലയോ, ഇങ്ങനെയുള്ളവരെ വെറുതെ വിട്ടാൽ ദേശത്ത് മുഴുവൻ പാപമുണ്ടാകില്ലേ എന്ന് പറഞ്ഞ് ആ രീതിയിലും കുറ്റം വിധിക്കുന്നതിന് വേണ്ടി. അപ്പോൾ കർത്താവ് എന്താണ് പറഞ്ഞത്? കല്ലെറിഞ്ഞ് കൊല്ലുവാൻ പറഞ്ഞോ? എറിയണ്ടെന്നാണോ പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം എറിയട്ടെ. അവളെ ഒരു പാപിനി എന്ന രീതിയിലാണല്ലോ നിങ്ങൾ വിളിച്ചുകൊണ്ടുവന്നത്. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ് അവൻ തറയിൽ ഇരുന്നിട്ട് നിലത്ത് വിരൽ കൊണ്ട് എന്തോ എഴുതിക്കൊണ്ടിരുന്നു. എന്താണ് ചെയ്തത്? മണലിന്മേൽ എന്തോ എഴുതിക്കൊണ്ടേയിരുന്നു. പലപ്പോഴും നാം ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ ചെയ്യുന്നതായ പാപം നാം ചെയ്യാത്തത് കൊണ്ട് നാം നല്ലവരും അവർ ചീത്ത ആളുകളും ആണെന്നാണ്. നീ ചെയ്തിരിക്കുന്നതായ തെറ്റ് നിനക്കൊരു തെറ്റായിട്ട് കാണുന്നില്ല. എന്തുകൊണ്ടെന്നാൽ മറ്റുള്ളവരുടെ തെറ്റുകൾ നീ വലുതായിട്ട് കാണുന്നു, നിന്റെ തെറ്റ് നിനക്ക് ചെറുതായിട്ടും തോന്നുന്നു. ഓരോരുത്തരും ചെയ്തതായ തെറ്റുകൾ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുകയായിരുന്നുവെങ്കിൽ ലോകത്തിലിപ്പോൾ പോലീസിന്റെ ആവശ്യം ഇല്ലായിരുന്നു. എന്നാൽ നമുക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തെറ്റുകൾ നാം ഒരിക്കലും അംഗീകരിക്കുകയില്ല. അതുപോലെ മറ്റുള്ളവരുടെ തെറ്റുകൾ കാണിച്ചിട്ട് അവരുമായി കലഹിക്കുവാനുമിടയാകും. യേശുക്രിസ്തു ഇതിന് പരിഹാരം നൽകി. ഓരോ തവണയും നീ മറ്റുള്ള ഒരാൾക്ക് നേരെ വിരൽ ചൂണ്ടുന്ന സമയം എന്താണ്? നാം ഒരാൾക്ക് നേരെ വിരൽ ചൂണ്ടുന്ന സമയത്ത് ബാക്കിയുള്ള 3 വിരലുകൾ എങ്ങോട്ട് ചൂണ്ടുന്നു? അപ്പോൾ നിന്റെ കാര്യം എങ്ങനെയാണ്? എന്താണ്? നീ അവരെ കുറ്റം വിധിക്കുന്നു. നിന്റെ കാര്യം എന്താണ്? ഇതാ നോക്കി, ഈ വിരൽ എങ്ങോട്ടാണ് കാണിക്കുന്നത്? ദൈവം കാണുന്നുണ്ട്, ജാഗ്രത. നിന്റെ കാര്യം ആർക്കറിയാം? ദൈവത്തിനറിയാം. ഓർക്കുക, മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോഴെല്ലാം ഈ കാര്യം നീ മനസ്സിലാക്കിയാൽ മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നത് നാം ഉപേക്ഷിക്കും. പലപ്പോഴും മാതാപിതാക്കളും അവരുടെ മക്കളും തമ്മിൽ കലഹമുണ്ടാകാറുണ്ട്. കൗമാരപ്രായക്കാരായ മക്കളെ കണ്ടിട്ടില്ലേ? അവർക്ക് മീശയൊക്കെ മുളച്ചു വരുന്നതായ സമയത്ത്, അവർ കുറച്ച് മുതിർന്ന് വളർന്ന് വരുന്നതായ സമയത്ത്, അതായത് 13, 14, 15, 16, 17 ഈ പ്രായമെല്ലാം ടീനേജ് എന്ന് പറയും. അതായത് അവർ ചെറിയ കുട്ടികളുമല്ല, അതുപോലെ മുതിർന്നവരുമല്ല. ഈ പ്രായത്തിൽ അവർ അറിഞ്ഞോ അറിയാതെയോ തെറ്റുകൾ ചെയ്യാറുണ്ട്. പുതിയ കാര്യങ്ങൾ, പുതിയ അനുഭവങ്ങൾ ഉണ്ടാകണം, പരീക്ഷണങ്ങൾ നടത്തി നോക്കണം എന്നൊക്കെ പറഞ്ഞ്, അതുപോലെ എതിർലിംഗത്തിലുള്ള ആളുകളോട്, ആൺകുട്ടികൾക്ക് പെൺകുട്ടികളോടും പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോടും ഒരു തരമായ ആകർഷണം ഉണ്ടാകാൻ ഇടയുണ്ട്. എന്നാൽ അവർ അത് നിയന്ത്രിച്ച് ശരിയായ രീതിയിൽ അവർ ഉപയോഗിക്കുന്നില്ല എങ്കിൽ, അവർ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതായ സമയത്ത് മാതാപിതാക്കൾ അതറിയുമ്പോൾ അവർ എന്താണ് ചെയ്യുന്നത്? എടാ, നീ പെൺകുട്ടിയോട് സംസാരിക്കുന്നോ? നിന്നെ ഞാൻ ശരിയാക്കും, നിന്റെ ഫീസ് ഞാൻ കൊടുക്കത്തില്ല, നീ പറഞ്ഞാൽ അനുസരിക്കത്തില്ലേടാ, ബുദ്ധിയില്ലാത്തവനെ, വിവരമില്ലാത്തവനെ, നാണമില്ലാത്തവനെ, കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്നോടാ, നീ പോയി ചാകടാ എന്ന് പറയുകയല്ലാതെ ഒരു നിമിഷം ആ പിതാവ് ഒന്ന് ചിന്തിക്കേണ്ടതാണ്. ഞാൻ 13 വയസ്സിൽ ആയിരുന്ന സമയത്ത് എൻ്റെ അപ്പനെ ഞാൻ എങ്ങനെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്, ഞാൻ എന്തെല്ലാം കുരുത്തക്കേടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് ചിന്തിച്ചിട്ട് ആ മകനെ ശാസിച്ചാൽ ആ ശാസന എങ്ങനെയായിത്തീരും? അവൻ മാറുമോ ഇല്ലയോ? മോനെ, ഇത് കൗമാരപ്രായമാണ്, നീ വളരെ സൂക്ഷിച്ചായിരിക്കണം, ഓരോ കാര്യങ്ങളും ചിന്തിക്കണം, അല്ലെങ്കിൽ എൻ്റെ പോലെ ജീവിതം നശിക്കാനിടയാകും, തെറ്റായ കാര്യങ്ങൾ ചെയ്യരുത്, മോനെ നീ ഞങ്ങളെ അനുസരിക്കണം എന്ന് സ്നേഹത്തോടെ പറയാനിടയാകും. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയും. ഇന്ന് നാം ആരോടെങ്കിലും ഉപദേശം കൊടുക്കണമെങ്കിൽ ആദ്യം നമ്മെ തന്നെ നാം പരിശോധിക്കണം. മറ്റുള്ളവരുടെ തെറ്റ് കണ്ടുപിടിക്കുമ്പോൾ ആദ്യം നമ്മുടെ തെറ്റുകൾ നാം കണ്ടുപിടിക്കണം. യേശുക്രിസ്തു പഠിപ്പിച്ച പാഠമാണിത്. നമുക്ക് സമാധാനത്തോടെ ഈ ലോകത്തിൽ ആയിരിക്കണമെങ്കിൽ, ഓരോരുത്തർ മറ്റുള്ളവരെ കുറ്റം വിധിച്ചുകൊണ്ട് ജീവിക്കാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി നമുക്ക് ജീവിക്കണമെങ്കിൽ ആദ്യമായി നമ്മുടെ തെറ്റുകളെ നാം മനസ്സിലാക്കണം. അവൻ കുനിഞ്ഞിരുന്ന് നിലത്ത് വിരൽ കൊണ്ട് എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നുവെന്ന്. എന്തായിരിക്കും എഴുതിക്കൊണ്ടിരുന്നത്? ദൈവം വിരൽ കൊണ്ട് എഴുതിയത് എന്താണ് അറിയാമോ? 10 കൽപ്പനകൾ. വായിക്കാം. പുറപ്പാട് പുസ്തകം 32:16.
പലക ദൈവത്തിൻ്റെ പണിയും പലകയിൽ പതിഞ്ഞ എഴുത്തു ദൈവത്തിൻ്റെ എഴുത്തും ആയിരുന്നു. പലകയിൽ ആരാണ് എഴുതിയത്? ബാക്കിയുള്ളതെല്ലാം മോശ എഴുതിയതാണ്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ പുസ്തകം, സംഖ്യാപുസ്തകം അവയെല്ലാം മോശ എഴുതി. എന്നാൽ 10 കൽപ്പന മാത്രം ആരാണ് എഴുതിയത്? ദൈവത്തിന്റെ കരങ്ങൾ കൊണ്ട് അവൻ തന്നെയാണ് എഴുതിയത്. ദൈവത്തിന്റെ കരത്താൽ എഴുതിയതാണ്. എത്ര പേർക്ക് 10 കൽപ്പനകൾ അറിയാം? കൈ ഉയർത്തുക. അത് പഴയ നിയമമാണ്, അത് മാറിപ്പോയിരിക്കുന്നു, നമുക്ക് ആവശ്യമില്ലെന്ന് ചിലർ പറയും. അത് എടുത്തു മാറ്റുവാൻ പാടില്ല. അവന്റെ വചനം നിത്യവും നിലനിൽക്കുന്നു. 10 കൽപ്പനകൾ എത്ര ആളുകൾക്കറിയാം? ചില ആളുകൾക്ക് അറിയില്ല. നിങ്ങളുടെ കുട്ടികളെ അത് കാണാതെ പഠിപ്പിക്കുക. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, യാതൊരു വിഗ്രഹത്തെയും ആരാധിക്കരുത്, ദൈവത്തിന്റെ നാമം വൃഥാ എടുക്കരുത്, നിന്റെ മാതാപിതാക്കളെ നീ ബഹുമാനിക്കുക, ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുക, കൊലപാതകം ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അന്യന്റേതായ ഒന്നും തന്നെ നീ ആശിക്കരുത്. ഇതാണ് അവിടെ എഴുതുന്നത്. ഇവിടെ ആ 10 കൽപ്പനയിൽ ഒരു കൽപ്പന അവൾ ലംഘിച്ചു. ഏത് കൽപ്പനയാണ്? വ്യഭിചാരം ചെയ്യാൻ പാടില്ല എന്ന കൽപ്പന. അവൻ എഴുതുന്ന സമയത്ത് എല്ലാവരും കുനിഞ്ഞു നോക്കുകയാണ്. ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നു, എല്ലാ വ്യക്തികളും മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായിട്ട് മൂത്തവരും ഇളയവരും ഓരോരുത്തനായി തങ്ങളുടെ കൈകളിലെ കല്ലുകൾ താഴെയിട്ട് വിട്ടുപോയി. എന്തുകൊണ്ടാണ്? ഞാനും ഒരു പാപിയാണ്, ഞാനും ഒരു കൽപ്പന ലംഘിച്ച വ്യക്തിയാണ്. ഞാൻ വ്യഭിചരിച്ചിട്ടില്ല, എന്നാൽ മോഷ്ടിച്ചിട്ടുണ്ട്. ഞാൻ മോഷ്ടിച്ചിട്ടില്ല, എന്നാൽ കള്ളസാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ കള്ളസാക്ഷ്യം പറഞ്ഞിട്ടില്ല, എന്നാൽ കൊലപാതകം ചെയ്തിട്ടുണ്ട്. ഞാൻ കൊലപാതകം ചെയ്തിട്ടില്ല, എന്നാൽ ഞാൻ അടുത്തുള്ള വ്യക്തിക്കുള്ളതിനെ ഞാൻ ആശിച്ചിട്ട് ഉണ്ട്. ഞാൻ ഒന്നിനെയും അങ്ങനെ ആശിച്ചിട്ടില്ല, എന്നാൽ ഞാൻ കർത്താവിനെ ആരാധിച്ചിട്ടില്ല. ഞാൻ കർത്താവിനെ ആരാധിക്കുന്നു, എന്നാൽ എൻ്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ഈ പറഞ്ഞതിൽ ഒന്നും തന്നെ ചെയ്തിരിക്കുന്നില്ല. എങ്കിലും പഴയകാലത്ത് ചിലരുടെ കഴുത്തിൽ കിടക്കുന്ന മാല കണ്ടിട്ടുണ്ടല്ലോ, ചങ്ങലയായിട്ട്. ആ റിങ്ങുകളിൽ ഒരു റിങ് പൊട്ടിപ്പോയിരിക്കുന്നു എന്ന് വിചാരിക്കുക. ബാക്കി എല്ലാ റിങ്ങും നല്ലതായിരിക്കുന്നു. ഒന്ന് പൊട്ടിപ്പോയാൽ അത് മാലയായിട്ട് കഴുത്തിൽ കിടക്കുമോ? നീ 10 കൽപ്പനകളിൽ ഒരു കൽപ്പന ലംഘിച്ചാലും നിന്നെ ഒരു കൽപ്പന ലംഘിയായിട്ട് കണക്കാക്കും. കുട്ടികൾ പറയാറുണ്ടല്ലോ, 1 മാർക്കിനാണ് ഞാൻ തോറ്റുപോയത് എന്ന്. എങ്ങനെയാണ് തോറ്റുപോയത്? 1 മാർക്കിന്റെ വ്യത്യാസത്തിൽ. നോക്കുക, നാം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് ദൈവം നൽകുന്നതായ കൃപയെ പ്രാപിക്കുവാൻ കഴിയുന്നില്ല. നിനക്ക് ഭയം ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ പണമില്ലാത്തതുകൊണ്ട് ചില തെറ്റുകൾ നീ ചെയ്യുന്നില്ലായിരിക്കാം. എന്നാൽ നിന്റെ കയ്യിലും പണം വരികയാണെങ്കിൽ നീയും എന്താണ് ചെയ്യുന്നത്? അവർ ചെയ്തത് തന്നെ ചെയ്യും. എന്താണ്? എല്ലാ വ്യക്തികളും പാപത്തിന് അടിമകളായിരുന്നു. അതുകൊണ്ട് നാം മറ്റുള്ളവരുടെ തെറ്റിനെ കാണുന്ന സമയത്ത് അവരെ കുറ്റപ്പെടുത്തുവാൻ പാടില്ല, അവരെ കുറ്റം വിധിക്കുവാൻ പാടില്ല. നീ മറ്റുള്ളവരെ വിധിക്കുമ്പോൾ ദൈവം നിന്നെയും വിധിക്കുവാൻ ഇടയാകും. വിധിക്കുക എന്നത് എൻ്റെ ജോലിയാണെന്നാണ് കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് ഈ കാലത്ത് നമ്മുടെ ഭവനങ്ങളിലെ കലഹത്തിന് കാരണമറിയാമോ? ഭാര്യയുടെ കുറ്റം ഭർത്താവ് പറയും, ഭർത്താവിൻ്റെ കുറ്റം ഭാര്യയും പറയും. 2 പേരും അങ്ങനെ തർക്കിക്കാനിടയാകും. ആരും താഴുകയില്ല. അവസാനം എന്താണ് സംഭവിക്കുന്നത്? കുടുംബം വേർപിരിയും, ഛിന്ന ഭിന്നമായി പോകും. നീ ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ നീ സഹിക്കും, നീ ക്ഷമിക്കും, നീ മറക്കും. നീ കുടുംബത്തെ പണിയുവാനിടയാകും. ജ്ഞാനമുള്ളവൾ തൻ്റെ വീട് പണിയുന്നു, ഭോഷയായവൾ തൻ്റെ കരം കൊണ്ട് തൻ്റെ വീട് പൊളിച്ചു കളയുന്നു. കർത്താവ് പറഞ്ഞ സമയത്ത് എല്ലാവരും മനസ്സാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി തിരികെ പോയി. നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 8-9 വാക്യങ്ങൾ. പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അത് കേട്ടിട്ട്, അതിനുശേഷം എന്താണ് എഴുതിയിരിക്കുന്നത്? മനസ്സാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി. നോക്കൂ, ആക്ഷേപം ഹേതുവായിട്ട് മൂത്തവരും ഇളയവരും ഓരോരുത്തനായി വിട്ടുപോയി എന്ന് എഴുതിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അവർ കടന്നുപോയത്? മനസ്സാക്ഷിയുടെ നിമിത്തം. എത്ര പേർക്ക് ഇവിടെ മനസ്സാക്ഷിയുണ്ട്? കൈ ഉയർത്താമോ? എന്താണിങ്ങനെ പതിയെ കൈ ഉയർത്തുന്നത്? ഇപ്പോഴാണോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ്? ചില ആളുകളുടെ മനസ്സാക്ഷി നല്ല ഉറക്കത്തിലാണ്. കുറച്ച് ആളുകളുടെ മനസ്സാക്ഷി കോമാ സ്റ്റേജിലാകുന്നു. കുറച്ച് ആളുകളുടെ മനസ്സാക്ഷി മരിച്ചുപോയിരിക്കുന്നു. ചില ആളുകളുടെ മനസ്സാക്ഷി ചൂടുവെച്ചവരായി. മനസ്സാക്ഷി ചൂടുവെച്ചിരിക്കുന്നു.
മനസാക്ഷി. നാം തെറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരത് കണ്ട് പറയുന്നതിന് മുൻപേ നമ്മുടെ മനസാക്ഷി ചൂണ്ടിക്കാണിക്കുന്നു. നമ്മോടത് പറയും, നീ ചെയ്യുന്നത് തെറ്റാണ്, നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് മനസാക്ഷി മുന്നറിയിപ്പ് നൽകിക്കൊണ്ടേയിരിക്കും. നീ മോഷ്ടിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത്? നിന്റെ മനസാക്ഷി പറയുന്നു നീ ചെയ്യുന്നത് തെറ്റാണെന്ന്. എന്തുകൊണ്ടാണ് നീ വ്യഭിചാരം ചെയ്യുമ്പോൾ പേടിക്കുന്നത്? എന്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു? എന്തുകൊണ്ട് വാതിലുകൾ അടയ്ക്കുന്നു? എന്തുകൊണ്ട് ലൈറ്റുകൾ ഓഫ് ചെയ്യുന്നു? അവരുടെ മനസാക്ഷി മുന്നറിയിപ്പ് കൊടുക്കും, തെറ്റാണ്, 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 തെറ്റാണ്. അനേകം ആളുകൾ ഇന്ന് മനസാക്ഷിക്ക് കീഴ്പ്പെടുന്നില്ല, മനസാക്ഷിയെ ദുഃഖിപ്പിക്കുകയാണ്. മനസാക്ഷി അവരോട് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കും. 1 തവണ, 2 തവണ, 3 തവണ, 4 തവണ, 5 തവണ പറയും. എന്നിട്ടും നീ അത് അംഗീകരിക്കുന്നില്ല എങ്കിൽ നിന്റെ മനസാക്ഷി പിന്നെ പ്രവർത്തിക്കില്ല. ഇപ്പോൾ കാറിൽ യാത്ര ചെയ്യുന്ന ആളുകൾ സീറ്റ് ബെൽറ്റ് ഇടണം എന്ന നിയമം വന്നിരിക്കുന്നു. നീ ആ ബെൽറ്റ് ഇടുന്നില്ല എങ്കിൽ കാറിൽ ഒരു അലാറം ഉണ്ടാകും. പുതിയ മോഡലുകളിലൊക്കെ അത് കാണുന്നുണ്ട്. നീ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല. ബെൽറ്റ് ഇടുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കുന്നു, എനിക്ക് ബെൽറ്റ് ഇടണോ എന്ന് ഞാനൊരു ബ്രദറിനോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കുഴപ്പമില്ല, കുറെ നേരം അലാറം അടിച്ചിട്ട് ഓഫ് ആയിക്കൊള്ളുമെന്ന് പറഞ്ഞു. അലാറം അടിച്ചിട്ട് എന്ത് ചെയ്യുമെന്നാണ്? 5 മിനിറ്റ് അലാറം അടിച്ചിട്ട് പിന്നെ അങ്ങ് ഓഫ്. ഇനി നീ പോയി ചാവുകയാണെങ്കിൽ ചാകൂ എന്ന് പറഞ്ഞ് വിട്ടുകളയും, പിന്നെ പറയില്ല. നമ്മുടെ മനസാക്ഷിയും അങ്ങനെയാണ്. എന്താണ്? നിനക്ക് ആദ്യം അത് മുന്നറിയിപ്പ് നൽകും, എങ്കിലും നീ അനുസരിക്കുന്നില്ല എങ്കിൽ പിന്നീട് അത് പറയില്ല. മദ്യപാനിയുടെ മനസാക്ഷി പ്രവർത്തിക്കുകയില്ല. ആദ്യമായിട്ട് കുടിക്കുന്നവരെ നോക്കൂ, വളരെ ഭയമായിരിക്കും. ആരെങ്കിലും കാണുമോ എന്ന് ഭയം, മണം വരാതിരിക്കുവാൻ വേണ്ടി നോക്കും. എന്നാൽ കുറെ നാൾ കഴിഞ്ഞിട്ട് നേരെ കുടിച്ചിട്ട് വരും, ഞാൻ കുടിക്കും, ആരാണ് ചോദിക്കാനെന്ന് പറഞ്ഞ്. എന്താണ് സംഭവിച്ചത്? അവന്റെ മനസാക്ഷി പ്രവർത്തിക്കുന്നില്ല, അവന് നാണമില്ല, ലജ്ജയില്ല. കാരണം മനസാക്ഷി മരിച്ചുപോയിരിക്കുന്നു. മനസാക്ഷി മരിച്ചുപോയാൽ മനുഷ്യന് അത് വളരെ അപകടകരമാണ്. വളരെ ഗുരുതരമായ പാപത്തിൽ നാം പെട്ടുപോകുവാനിടയാകും. ചില ആളുകളെ സംബന്ധിച്ച് ചൂടുവെച്ചതായ മനസാക്ഷി ഉണ്ടെന്നാണ് പറയുന്നത്. ചില മാതാപിതാക്കൾ പറയും, ഇവനോട് ഇനി എത്ര പറഞ്ഞിട്ടും കാര്യമില്ലാത്തതുകൊണ്ട് ചൂടുവെച്ച് മതിയാവും എന്ന് പറഞ്ഞ് ചൂട് വെക്കുകയാണെങ്കിൽ അവന്റെ കൈ പൊള്ളി നിലവിളിക്കുവാൻ ഇടയാകും, പിന്നെ മരുന്നൊക്കെ വെച്ച് കെട്ടും. അങ്ങനെ കുറെ നാളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അതേ തെറ്റ് തന്നെ ആവർത്തിക്കുകയാണെങ്കിൽ, എടാ നിന്നെ ഇനിയും ചൂട് വെക്കുമെന്ന് പറയുമ്പോൾ പറയും, ശരി വെച്ചോളൂ അമ്മേ. അപ്പോൾ അത് കെട്ട് ഇവനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അവന്റെ കൈ വീണ്ടും പൊള്ളിക്കുവാനിടയായി. വീണ്ടും അത് കുറഞ്ഞു, വീണ്ടും കൈ പൊള്ളിച്ചു, വീണ്ടും അത് കുറഞ്ഞു, വീണ്ടും കൈ പൊള്ളിച്ചു. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞിട്ട് വീണ്ടും പൊള്ളിക്കും എന്ന് പറഞ്ഞാൽ അതിനെന്താ എന്ന് പറഞ്ഞ് കൈ നീട്ടിത്തരും. എന്താണ് സംഭവിച്ചത്? അവന്റെ കൈക്ക് അവിടെ തഴമ്പ് പിടിച്ചിരിക്കുന്നു. അവന്റെ സ്കിന്നിന് തഴമ്പ് വന്നിരിക്കുന്നത് കൊണ്ട് അവന് പിന്നെ ചൂട് അറിയുകയില്ല. അതാകുന്നു ചൂട് വെച്ചതായ മനസാക്ഷി. കണ്ടിട്ടില്ലേ? രാവിലെ മദ്യപിച്ചിട്ട് വരും, വൈകുന്നേരം ആകുമ്പോൾ പ്രാർത്ഥിക്കും. അങ്ങനെയുള്ള ആളുകളുണ്ടോ നിങ്ങളുടെ ഭവനത്തിൽ? കണ്ടിട്ടില്ലേ? കർത്താവേ എന്നോട് ക്ഷമിക്കണമേ അപ്പാ, കർത്താവേ ഞാൻ അറിയാതെ മദ്യപിച്ചതാണ്, നീ അല്ലാതെ ആരാണ് എനിക്കുള്ളത്, ക്ഷമിക്കണമേ അപ്പാ, ക്ഷമിക്കണമേ, ഇനി ഒരിക്കലും ഞാൻ മദ്യപിക്കത്തേയില്ലപ്പാ. ഭാര്യ എന്ത് വിചാരിക്കും? കർത്താവേ എൻ്റെ ഭർത്താവ് മാറി, ഹല്ലേലൂയ ദൈവമേ എന്ന്. വീണ്ടും അടുത്ത ദിവസം വൈകുന്നേരം നോക്കുമ്പോൾ ഇങ്ങനെ ആടിയാടി വരുന്നത് കാണാം. വീണ്ടും രാത്രി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കാണാം. അങ്ങനെ അവൻ എന്ത് സംഭവിച്ചിരിക്കുന്നു? അതൊരു ശീലമായി മാറിയിരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നത് ശീലമായിരിക്കുന്നു, മദ്യപിക്കുന്നത് ശീലമായിരിക്കുന്നു, ഏറ്റുപറയുന്നതും ഒരു ശീലമായിരിക്കുന്നു. അതാകുന്നു ചൂടുവെച്ചതായ മനസാക്ഷി. അവരെ നമുക്കൊരിക്കലും മാറ്റുവാൻ കഴിയത്തില്ല, വളരെ ബുദ്ധിമുട്ടാണ്. പുതുതായി രക്ഷിക്കപ്പെട്ട ആളുകൾ, ആദ്യമായി യേശുക്രിസ്തുവിനെ അറിഞ്ഞിട്ട് വന്ന ആളുകൾ ആദ്യമായി വചനം കേൾക്കുമ്പോൾ ഭയപ്പെടും. എന്നാൽ വചനം കേട്ട് 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 പഴകിയ ആളുകൾക്ക് എന്താണ് സംഭവിക്കുന്നത്? മനസാക്ഷി മരവിച്ചിരിക്കും. യേസന്ന പാസ്റ്റർ ഒരു കഥ പറയുമായിരുന്നു. അദ്ദേഹത്തിന് മീറ്റിങ്ങിന് വേണ്ടി പല ഗ്രാമങ്ങളിലും ഞാനും പോയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഒരു നാട്ടിൽ തുണി കഴുകുന്നതായ ഒരു അലക്കുകല്ലുണ്ടായിരുന്നു. ആ അലക്കുകല്ലിന്റെ കീഴിൽ കുറെ തവളകളുണ്ടായിരുന്നു. ഒരു ദിവസം ആ തവളകളുടെ ഇടയിലേക്ക് ഒരു പുതിയ തവള വരുവാനിടയായി. അലക്കുകാരൻ വന്നിട്ട് തുണി ശക്തമായി അലക്കുമല്ലോ. അങ്ങനെ തുണി കഴുകാൻ വേണ്ടി വന്നിട്ട് തുണി അലക്കിയപ്പോൾ പഴയ തവളകളെല്ലാം മൗനമായിട്ട് തന്നെ ഇരുന്നു. പുതുതായിട്ട് വന്ന തവള അമ്മോ എന്ന് പറഞ്ഞിട്ട് ചാടുവാനിടയായി. പഴയ തവളകൾ അത് കണ്ടിട്ട് പറഞ്ഞു, എടാ മോനെ, നീ ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പവും ഉണ്ടാകില്ല. ആ ശബ്ദം കേട്ടിട്ട് നീ ഒന്നും പേടിക്കണ്ട. അയാൾ വരും, 1 മണിക്കൂർ ഇങ്ങനെ തുണിയൊക്കെ അടിച്ച് ഒച്ചയുണ്ടാക്കും, പോവും. ഞങ്ങൾ ഇവിടെ തന്നെ കുറെ വർഷങ്ങളായിട്ട് താമസിക്കുന്നുണ്ട്, ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. എന്താണ്? കുറച്ചു നേരം ഒന്ന് കേട്ടില്ലെന്ന് നടിച്ചിരുന്നാൽ മതി, അത്രയേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് സുഖമായിട്ടിരിക്കാം. എന്താണ്? ദേവദാസൻ വരും, 1 മണിക്കൂർ പ്രസംഗിച്ചിട്ട് തിരിച്ചു പോകും. അത് കേട്ടിട്ട് നീ അയ്യോ ഞാൻ പാപിയാണ്, ഞാൻ മാനസാന്തരപ്പെടാം, അങ്ങനെയൊന്നും നീ പറയരുത്, അങ്ങനെയൊന്നും നീ വിചാരിക്കേണ്ട, ഒരു കുഴപ്പവുമില്ല. കുറെ നേരം ഇരിക്കൂ, നല്ലൊരു ഭക്തനെ പോലെ ഇരിക്കൂ. പിന്നീട് നീ തിരിച്ചു ചെന്നിട്ട് നിന്റെ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കൂ. പുതുതായി രക്ഷിക്കപ്പെട്ട് വന്നിട്ട് ആദ്യമായി ദൈവവചനം കേൾക്കുന്ന ആളുകൾ
വചനം കേൾക്കുന്ന സമയത്ത് തന്നെ, അയ്യോ കർത്താവേ, ഞാനൊരു പാപിയാകുന്നു, അയ്യോ കർത്താവേ, നീ എത്ര വലിയവനാകുന്നു, 10 പൈസയുടെ പോലും ചിലവില്ലാതെ, ദക്ഷിണയുടെ ആവശ്യമില്ലാതെ, ബലിയുടെ ആവശ്യമില്ലാതെ എന്റെ പാപങ്ങൾ ക്ഷമിക്കാമെന്ന് പറയുന്നു, എത്ര വലിയ ദൈവമാകുന്നു ഇവൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പാപങ്ങൾ അവർ ഏറ്റുപറഞ്ഞ് ക്ഷമയാചിക്കും. നിനക്കാണെങ്കിൽ വചനം കേട്ട് ശീലമായിരിക്കുന്നു. വളരെ അപകടകരമാണത്, ശരിയല്ലേ? അപകടമാണ്. ജീവിച്ചിരിക്കുന്നവൻ എന്ന പേര് മാത്രമാണ് നിനക്കുള്ളത്, എന്നാൽ നീ മരിച്ചവനാകുന്നു. അനേകം ആളുകൾ മരിച്ചു ജീവിക്കുന്നവരാണ് ഇന്ന്. പുറമേ ഭക്തിയുള്ളവരായിട്ട് ജീവിക്കുന്നു, എന്നാൽ അതിൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുന്നില്ല. എല്ലാവരുടെയും മനസ്സാക്ഷി മരവിച്ചു പോകുവാനിടയായി. മനസ്സാക്ഷിക്ക് വീണ്ടും എപ്പോഴാണ് ജീവൻ വരുന്നതെന്ന് അറിയാമോ? ഉറങ്ങുന്ന മനസ്സാക്ഷിയാകട്ടെ, മരവിച്ച മനസ്സാക്ഷിയാകട്ടെ, മരിച്ചുപോയ മനസ്സാക്ഷിയാകട്ടെ, എപ്പോൾ ഉണർവ് പ്രാപിക്കുമെന്നറിയാമോ? ദൈവത്തിന്റെ വചനം കേൾക്കുന്ന സമയത്ത് മനസ്സാക്ഷി തട്ടി ഉണർത്തപ്പെടുവാനിടയാകും. നിന്റെ വചനം പ്രസംഗിക്കുന്ന സമയത്ത് അത് വെളിച്ചമായി മാറുന്നു. പാപനിമിത്തം, അകൃത്യം നിമിത്തം മരിച്ചവരായിരുന്ന നമ്മെ കർത്താവ് കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുവാനിടയായി. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ ദൈവസന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക, ദൈവത്തിന്റെ വചനം കേൾപ്പിക്കുവാനിടയാക്കുക, മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ അനുവദിക്കുക. നിങ്ങൾ എത്ര നേരം വചനം കേട്ടു എന്നത് ഒരു വശം, എത്ര നേരം കേട്ട വചനമനുസരിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു എന്നത് മറ്റൊരു വശമാകുന്നു. നിങ്ങൾ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബോധ്യം വരുത്തി തരും. എന്താണ്? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധ്യം വരുത്തി തരുമ്പോൾ പാപത്താൽ, അകൃത്യത്താൽ മരിച്ചവരായിരിക്കുന്ന നമുക്ക് ജീവൻ വരാനിടയാകും. ഒരു മരിച്ചുപോയവന്റെ നെഞ്ചിന്റെ മുകളിൽ ഒരു 30 കിലോ ഭാരം വെച്ചിട്ട്, എടാ എത്ര കിലോ ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ അയാൾ എന്തു പറയും? അല്ലെങ്കിൽ ഒരു 50 കിലോ ഭാരം വെച്ചിട്ട്, ഇപ്പോഴെങ്കിലും നിനക്ക് ഭാരം അറിയാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തു പറയും? 50 കിലോ ഭാരം നെഞ്ചിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ജീവൻ വരുന്നു എന്ന് വിചാരിക്കുക, എന്തു പറയും അപ്പോൾ? ഒന്നും പറയത്തില്ലേ? നെഞ്ചിലൊരു 50 കിലോ ഭാരം ഇരിക്കുമ്പോൾ ജീവൻ വന്നെന്ന് വിചാരിക്കുക, അപ്പോൾ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു എന്നാണ് പറയുന്നത്. അയ്യോ, ഇതെടുത്ത് മാറ്റാൻ എനിക്ക് ശ്വാസം മുട്ടുന്നു, ഞാൻ ചാകാൻ തുടങ്ങുന്നു, എനിക്ക് ശ്വാസം മുട്ടുന്നു, അയ്യോ എന്ന് നിലവിളിക്കുവാനിടയാകില്ലേ? അതാണ് ജീവൻ വരുമ്പോഴുള്ള വ്യത്യാസം. ദൈവസന്നിധി വരുമ്പോൾ ഞാനെല്ലാം തികഞ്ഞവനാണെന്ന് പറയുന്നവൻ, ദൈവത്തിന്റെ ആത്മാവ് അവനെ ഉണർത്തുന്ന സമയത്ത്, അവരിലേക്ക് ജീവൻ വരുന്നതായ സമയത്ത്, ഉണർവ് ഉണ്ടാകുന്ന സമയത്ത് അവരിലെ പാപം എത്ര വലുതായിരിക്കുന്നു എന്ന്, എത്ര വലിയ പാപിയാണെന്ന് പറഞ്ഞ് കൊച്ചുകുട്ടികൾ കരയുന്നത് പോലെ കരയുവാൻ ഇടയാകും. ഇന്ന് ക്രിസ്തീയ സഭകളിൽ ആ ഉണർവ് കാണുന്നില്ല, ഉണർവ് കാണുവാൻ കഴിയുന്നില്ല. പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് അല്ലാതെ, സൗഖ്യം സൗഖ്യം അത്ഭുതമെന്നൊക്കെ പറയുന്നത് അല്ലാതെ അനുതാപം കാണുവാൻ കഴിയുന്നില്ല. മദ്രാസിൽ ഞങ്ങൾക്കൊരു ചെറിയ സഭയുണ്ട്. ഒരു സമയത്ത് വലിയൊരു ഉണർവ് അവിടെ ഉണ്ടായി. ഉണർവുണ്ടായിരുന്ന സമയത്ത് തറയിൽ പായ വിരിച്ചിട്ട് അവിടെ ഇരുന്നതായ ആളുകൾ, അന്ന് മീറ്റിംഗിൽ സംബന്ധിച്ച ആളുകളുടെ കണ്ണുനീർ വീണിട്ട് ആ പായെല്ലാം കുതിരുവാൻ ഇടയായി. ഇത്രമാത്രം അവരെ കണ്ണുനീരൊഴുക്കി പശ്ചാത്തപിച്ച് കരയുവാനിടയെ. മദ്യപാനികൾ മാനസാന്തരപ്പെട്ടു. പരസ്പരം വിദ്വേഷം പുലർത്തിയുന്ന ആളുകൾ പരസ്പരം കരം പിടിച്ച് ക്ഷമയാചിച്ച് കരയുവാനിടയായി. അമ്മായിപ്പനും മരുമകനും പരസ്പരം സംസാരിക്കാതെ ജീവിച്ചിരുന്ന ആളുകൾ, ഒരു കുടുംബത്തിൽ താമസിച്ചിരുന്നവർ അനുതാപത്തോടുകൂടി പരസ്പരം കാലുപിടിച്ചിട്ട് എന്റെ തെറ്റാണെന്ന് പറഞ്ഞ് കരയുവാനിടയായി. അത് കാണുന്നത് എത്ര മനോഹരമായിരുന്നു! കുടുംബത്തിൽ എത്രമാത്രം സന്തോഷം ഉണ്ടായി! അതാകുന്നു ഉണർവ്. വരുന്ന ആളുകൾ അതുപോലെ തന്നെ തിരിച്ചു പോവുകയാണെങ്കിൽ, വചനം കേട്ട ആളുകൾ അതുപോലെ തന്നെ തിരിച്ചു പോയാൽ അവിടെ ഉണർവ് ഇല്ല. അവരുടെ മനസ്സാക്ഷി ഉണർത്തപ്പെടുന്നില്ല. കർത്താവിന്റെ സന്നിധിയിൽ വരുമ്പോൾ മനസ്സാക്ഷി ഉണർത്തപ്പെടണം. അവരെല്ലാവരും കർത്താവിനെ കുറ്റം വിധിക്കാനാണ് വന്നത്. എന്നാൽ അവരുടെ മനസ്സാക്ഷി അവരെ കുറ്റം വിധിച്ചപ്പോൾ ഓരോരുത്തർക്ക് പുറകെ ഓരോരുത്തരായി കടന്നു പോകാനിടയായി. നിന്റെ തെറ്റുകൾ കണ്ടിട്ട് നീ പോവുകയാണോ? അതിനെ ഏറ്റുപറഞ്ഞ് ഒരു പുതിയ ജീവിതം നീ ജീവിക്കുകയാണോ ചെയ്യുന്നത്? നിന്റെ ഇഷ്ടം. എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. വായി തുറന്നിട്ട്, കർത്താവേ, ഞാൻ മോഷണം ഒന്നും നടത്തിയിട്ടില്ല, എന്നാൽ ഞാൻ അന്യരുടെ വസ്തുക്കൾ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നിൽ അത്യാഗ്രഹം ഉണ്ട്. എന്നിൽ വ്യഭിചാരത്തിന്റെ ചിന്തകൾ ഉണ്ട്. ഞാൻ വ്യഭിചാരം ചെയ്യുന്നില്ല, എന്നാൽ എൻ്റെ മനസ്സിൽ മുഴുവൻ വ്യഭിചാരത്തിന്റെ ചിന്തകളാണ്. നല്ല ചിന്തയോടുകൂടി ഒരു സ്ത്രീയെയും അല്ലെങ്കിൽ ഒരു പുരുഷനെയും കാണുവാൻ കഴിയുന്നില്ല.
എൻ്റെ ഹൃദയത്തിൽ വ്യഭിചാരത്തിൻ്റെ ചിന്തകളുണ്ട്. ഞാനൊരു പാപിനിയാണ്, എന്നോട് ക്ഷമിക്കണമേ. വായ് തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഞാൻ ആരെയും കത്തികൊണ്ട് കുത്തിയിട്ടില്ല, എന്നാൽ മറ്റുള്ളവരോട് എൻ്റെ മനസ്സിൽ വലിയ പക ഉണ്ട്. ദ്രോഹം ചിന്തിച്ചിട്ടുണ്ട്. സഹോദരനെ ദ്രോഹി എന്ന് വിളിക്കുന്നവൻ ന്യായം വിധിക്കപ്പെടുവാനിടയാകുമെന്ന് പറഞ്ഞല്ലോ. എൻ്റെ തെറ്റുകൾ ഞാൻ മനസ്സിലാക്കുന്നപ്പാ. എന്നിലെ ഈ ദേഷ്യത്തെയെല്ലാം മാറ്റണമേ. അസൂയ എടുത്തു മാറ്റണമേ അപ്പാ. ഈ ജഡത്തിൻ്റെ ചിന്തകളെല്ലാം മാറ്റണമേ. പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകണമേ. എൻ്റെ ഹൃദയത്തിൽ പിശാചിൻ്റെ ചിന്തകളുണ്ട്. എൻ്റെ ഹൃദയത്തിൽ ദുഷ്ടൻ്റെ ആലോചനകളുണ്ട്. എൻ്റെ ഹൃദയത്തിൽ പാപം കൂടുകെട്ടിയിരിക്കുന്നു. കർത്താവേ, ഈ ദിവസം എന്നെ കഴുകണമേ. എൻ്റെ ഹൃദയത്തെ നിന്റെ ആലയമാക്കി മാറ്റണമേ. എൻ്റെ ഹൃദയത്തിലേക്ക് നീ വരണമേ യേശുവേ. വായ് തുറന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ മക്കളെ ദർശിക്കണമേ. ആരുടെ ഹൃദയത്തിൽ നിന്ന് ഏതൊക്കെ ഞരക്കങ്ങളാണ് വരുന്നത്, ആരെല്ലാം ഏതെല്ലാം വിഷയങ്ങൾക്കാണ് പ്രാർത്ഥിക്കുന്നത്, ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കുറവുകളുണ്ട്, ഞങ്ങൾ ഏത് സ്ഥിതിയിൽ ആയിരിക്കുന്നു എന്ന് നന്നായി അറിയുന്നതായ കർത്താവേ, ഞങ്ങളെ വ്യക്തമായി അറിയുന്നതായ ഞങ്ങളുടെ യേശുവേ, ഞങ്ങളുടെ ജീവിതത്തെ അറിയുന്ന കർത്താവേ, നിനക്ക് വന്ദനം. ഞങ്ങളുടെ ഭാവിയെ അറിയുന്ന കർത്താവേ, നിനക്ക് നന്ദി കരേറ്റുന്നു. ഞങ്ങളുടെ ഭൂതകാലത്തെ അറിയുന്ന കർത്താവേ, നിനക്ക് നന്ദി കരേറ്റുന്നു. ഞാനും നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല. ഞാൻ നിന്റെ പാപം ക്ഷമിക്കുന്നു. സമാധാനത്തോടെ കടന്നു പോകൂ. ഇനിയും നീ ചെന്ന് പാപം ചെയ്യരുത് എന്ന വാക്കുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ രേഖപ്പെടുത്തുവാൻ സഹായിക്കണമേ. നിന്റെ വാക്കുകളെ അനുസരിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. നിന്റെ സാക്ഷികളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഇവിടെ ഏതെങ്കിലും മദ്യപാനി ഉണ്ടെങ്കിൽ, ഇവിടെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ ഭവനത്തിൽ മദ്യപാനി ഉണ്ടെങ്കിൽ, ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ നസ്രയനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ മദ്യപാനത്തിന്റെ സ്പിരിറ്റിൽ നിന്നും വിടുതൽ സംഭവിക്കട്ടെ. അവർ ഇഷ്ടപ്പെടുന്ന ആ മദ്യപാനം ഉപേക്ഷിക്കുന്നതിന് അവരുടെ സ്വഭാവത്തെ നീ മാറ്റണമേ. എത്രയോ ആളുകൾ ഇന്ന് ജീവിതത്തിൽ നിരാശ ഉണ്ടായിട്ട് മരിച്ചു പോകാമെന്ന് ചിന്തിച്ചിരിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളവർ ഇന്ന് പ്രത്യാശയുള്ളവരായി ജീവിക്കാൻ സഹായിക്കണമേ. ഞാൻ ജീവിച്ചിരുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന് പറയുവാൻ, എൻ്റെ പാപത്തിനു വേണ്ടി എൻ്റെ സ്ഥാനത്ത് യേശുക്രിസ്തു മരിച്ചതുകൊണ്ട് ഞാൻ അവനു വേണ്ടി ജീവിക്കുവാൻ ഇടയാകും എന്ന തീരുമാനമെടുത്തുകൊണ്ട് ഇവിടെ നിന്ന് കടന്നു പോകാൻ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. സ്നേഹം, ദിവ്യ സ്നേഹം, സ്നേഹം, ദിവ്യ സ്നേഹം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫോൺ ചെയ്യുക. ഞങ്ങളുടെ പ്രാർത്ഥനാ വീരന്മാർ ഒരുങ്ങിയിരിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ആശയോടെ ആയിരിക്കുന്നു. നിങ്ങൾ പറയുന്ന പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം എന്നെയും എഴുതി അറിയിക്കുന്നു. ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് അത്ഭുത കാര്യങ്ങൾ നമുക്കായി ചെയ്യും. നിങ്ങളും പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുക. സ്നേഹം, ദിവ്യ സ്നേഹം, സ്നേഹം, ദിവ്യ സ്നേഹം. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ പ്രോഗ്രാമിനു വേണ്ടി ഒരു ചെറിയ സംഭാവന ഇതുവരെ അയച്ചു തന്നിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ദയവിച്ചത് ഇന്നു തന്നെ ഒരു സ്തോത്രകാഴ്ച അയച്ചു തന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങളും പ്രാപിക്കേണ്ടതിന്, ഈ സുവിശേഷം മറ്റുള്ള ആളുകളും കേൾക്കേണ്ടതിനു വേണ്ടി ഇതിനെ സ്പോൺസർ ചെയ്തുകൊണ്ട് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ പ്രാപിക്കുക. ഓൺലൈനിൽ കൂടിയും DDMO-യിൽ കൂടി നിങ്ങളുടെ സംഭാവന അയക്കാൻ കഴിയും. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് 08939393939 എന്ന നമ്പറിലേക്ക് വിളിക്കുക. കർത്താവിന്റെ ഹൃദയത്തിൽ വീണ്ടും കാണാം. അപ്പോൾ വരെ ദൈവത്തിന്റെ മഹാകൃപ നിങ്ങളോട് കൂടിയുണ്ടായി. Kalvari darisana
യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ